നമ്മൾക്കിപ്പോൾ ബേബീസ്, ട്വിൻ ബേബീസ് അല്ലെങ്കിൽ പ്രീ ടേം ബേബീസ് അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവതും നമുക്ക് ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം തന്നെ ഫോർമുല കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ പീഡിയാട്രിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തോന്നുന്ന പൊടി എന്നതല്ല, അവർ പറയും പ്രീ ടേം ബേബീസിന് ഏത് ഫോർമുലയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്വിൻസിന് ഏത് തരം ഫോർമുലയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൺസൾട്ടൻറ്റ് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് വേണം നമ്മൾ ഈ ഫോർമുല ചൂസ് ചെയ്യാനും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ബ്രസ്റ്റ് മിൽക്കാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് ഫോർമുലയിലല്ല, ബ്രസ്റ്റ് മിൽക്ക് എത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുവോ അതാണ് കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കാനും അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിനും അവരുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനും നമ്മൾ ചെയ്യുന്നതും. സോ അപ് ടു 6 months വരെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അമ്മയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോർമുലയിലോട്ട് പോകുന്നത്. പിന്നീട് ഒരു കാര്യം, ഈ ഫോർമുല കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ തെറ്റായ ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ എൻ്റെ ഒ പിയിൽ വന്ന 1-2 പേര് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. ഈ ഫോർമുല കൊടുക്കുമ്പോൾ ചിലവരെന്താ വിചാരിക്കുക, അയ്യോ പ്രീ ടേം ആണ്, മാസം തികയാതെ കുഞ്ഞാണ്, സോ അതിന് ദഹനത്തിന് പ്രശ്നം വരും, സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കാം. അങ്ങനെ വിചാരിച്ച് എന്താ ചെയ്യുക, അമ്മമാർ വെള്ളം കൂട്ടുകയും പൊടിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. സോ ഇതും തെറ്റാണ്. തിരിച്ചും ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് പൊടിയുടെ അളവ് കൂട്ടുകയും വെള്ളം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും തെറ്റാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഫോർമുല മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാൽക്കുലേഷനിൽ ബേസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അതിൽ നമുക്കൊരു കണക്കും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഫോർമുല കൊടുത്തത് കൊണ്ടിട്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡൈജഷൻ, അതുപോലെ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി, ഇതെല്ലാം ഡയേറിയ, ഇതെല്ലാം ഡൈജഷൻ ഇഷ്യൂ, ഡയേറിയ, അതുപോലെ വൊമിറ്റിംഗ് ടെൻഡൻസി, ഇതുപോലുള്ള കാര്യങ്ങൾ കുഞ്ഞുവാവകൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന യൂട്ടൻസിൽസ്, അത് നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ നല്ലപോലെ ഹൈജീനിക് ആയിരിക്കണം, അല്ലേ? നമ്മൾ ബ്രസ്റ്റ് മിൽക്കിന്ന് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് യാതൊരുവിധ കൺസേൺസും ഇല്ല, അത് ഹൈജീനാണ്. പക്ഷേ നമ്മൾ ഈ ഫോർമുല മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂട്ടൻസിൽസ് നല്ല ഹൈജീനിക് ആയിരിക്കണം. അതല്ല, ഹൈജീൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഇതുവഴിയും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ് വൺ, നമ്മൾ ഫോർമുല എടുക്കുമ്പോൾ ഉള്ള അളവിൻ്റെ കാര്യമാണ്. നമ്മളിപ്പം 1 സ്കൂപ്പാണ് ഫോർമുല പൗഡർ എടുക്കുന്നെങ്കിൽ നമ്മൾ 30 ml ആണ് ഒഴിക്കേണ്ടത് വെള്ളം. അത് വെള്ളം ഒഴിക്കുന്നത് ലൂക്ക് വാം വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കേണ്ടതും. മാത്രമല്ല ഈ സ്കൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ലെവൽഡ് സ്കൂപ്പായിരിക്കണം എടുക്കേണ്ടത്, അതായത് ഹീപ്ഡ് സ്കൂപ്പ് എടുക്കരുത്. അതായത് ഹീപ്ഡ് സ്കൂപ്പ് എടുക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഈ ഫോർമുല പൗഡറിൻ്റെ അളവ് കൂടുകയും വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം 30 ml ആണ് വെള്ളം എടുക്കുന്നതെങ്കിൽ നമ്മൾ 1 സ്കൂപ്പ് യൂസ് ചെയ്യുക. 60 ആണെന്നുണ്ടെങ്കിൽ 2 സ്കൂപ്പ് യൂസ് ചെയ്യുക, 2 സ്കൂപ്പ് ലെവൽഡ് സ്കൂപ്പ് യൂസ് ചെയ്യുക. അടുത്തത് 90 ആണ് അല്ലെങ്കിൽ 80 ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 3 സ്കൂപ്പ്. നമ്മൾ ഈ ഡബിൾ ചെയ്ത് വേണം ഫോർമുല പൗഡർ നമ്മൾ എടുക്കേണ്ടത്. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊടി കൂടിയാലും വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും പൊടി കുറഞ്ഞാലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് അത് ഓപ്പോസിറ്റ് റിയാക്ഷനിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഈ ഫോർമുല കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫക്ട്സ് നമ്മൾ പറയണമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലോട്ടിങ്, അതുപോലെ തന്നെ ഡൈജഷൻ്റെ ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനത്തെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇങ്ങനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ മാക്സിമം തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഫോർമുല എങ്ങനെയാണ്, ഇപ്പം പല രീതിയിലുള്ള ഫീഡിങ് ബോട്ടിൽസ് അവൈലബിൾ ആണ്, അല്ലേ? ഈ കോളിക്ക് അങ്ങനത്തെ ഫീഡിങ് ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ വളരെ വിഗറസ് ആയിട്ട് നമ്മൾ മിക്സപ്പ് ചെയ്യരുത്. നമുക്കൊരു നോർമൽ, ഒരു മൈൽഡ് ആയിട്ടുള്ള ഷേക്കിങ് വേണം ആ ബോട്ടിലിന് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ വളരെ വിഗറസ് ആയിട്ട് മിക്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വീണ്ടും ബബിൾസ് വരികയും ഗ്യാസ് ഫോം ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഫോർമുല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.